There are revolutions that happen on streets, and there are revolutions that begin at 6 in the morning. In homes that wake before the sun, in hands that prepare meals, pack hope, and step out quietly. In minds that refuse to quit, even when the world feels complicated. She does not call herself a leader. She does not carry a banner. She carries responsibility and courage, practiced daily. Because the world may change in speeches, but life changes in routines. And today, change is traveling quietly from one woman to another. L&T Finance and Access Livelihoods believed in a simple truth. If financial and digital access had to reach every doorstep, it could not arrive as a message. It has to arrive as a person. That is how the Digital Sakhi initiative was born. Women from the community, trained, equipped, trusted, walking into familiar lanes not as experts but as guides. Not outsiders bringing answers, but insiders building belief. എൻ്റെ പേര് ഷാനി പ്രവീൺ. ഞാൻ മറക്കുളം വില്ലേജിലെ ഡിജിറ്റൽ സഖിയാണ്. ഞാൻ ഡിജിറ്റൽ സഖി പ്രോജക്റ്റിലേക്ക് വന്നതിന് ശേഷം നമുക്ക് സംരംഭകരെ കണ്ടെത്തണമെന്ന് പറഞ്ഞത് പ്രകാരം ഞാൻ കമ്മ്യൂണിറ്റി ഓറിയന്റേഷൻ്റെ ഭാഗമായിട്ടാണ് മിനി ചേച്ചിയുടെ വീട്ടിൽ വരികയും ചേച്ചിയുടെ പ്രോജക്റ്റിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ നമ്മളുമായി ചേർന്ന് സഹകരിക്കാനായിട്ട് ചേച്ചിക്ക് നല്ല താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ചേച്ചി നമ്മളോടൊപ്പം ചേർന്ന് EDP അറ്റൻഡ് ചെയ്തു, എക്സ്പോഷർ വിസിറ്റുകൾ കണ്ടക്ട് ചെയ്തു. കൂടാതെ നമ്മളോട് ചേച്ചിക്ക് വേണ്ട എല്ലാ സപ്പോർട്ടുകളും നമ്മൾ ചെയ്തു കൊടുത്തു. രജിസ്ട്രേഷൻ ചേച്ചിക്ക് വേണ്ടി നമ്മൾ ആദ്യം തന്നെ ഒരു ബിസിനസ് പ്ലാൻ തയ്യാറാക്കി കൊടുക്കുകയുണ്ടായി. അത് പ്രകാരം ചേച്ചിക്കൊരു ഓവൻ വേണമെന്ന് ഒരു ആവശ്യം പറയുകയുണ്ടായി. അതിന് വേണ്ടിയിട്ട് നമ്മൾ പഞ്ചായത്ത് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് PF ലോൺ റെഡിയാക്കാനുള്ള എല്ലാ ഡോക്യുമെന്റേഷനും നമ്മൾ ചെയ്തു കൊടുക്കും. പകരം ചേച്ചിക്ക് നല്ല രീതിയിൽ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു. അതോടൊപ്പം അക്കൗണ്ടിങ് കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ ഡിജിറ്റൽ പേയ്മെന്റ്സിനെ കുറിച്ചും നമ്മൾ നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കും. In villages, the systems already existed. Banks were there, schemes were there. But something invisible stood in the way. Not unwillingness, hesitation. Digital is not for me. I might make a mistake. Someone else will handle it. So the first work was not training. The first work was trust. Trust is not built in one visit. It is built by showing up again and again until doubt softens into belief. എൻ്റെ പേര് ലീലാമ്മ ജോൺ. ഇപ്പം എൻ്റെ കൂടെ നിൽക്കുന്നത് എൻ്റെ മോനെ പഠിച്ചിട്ട് നിൽക്കുകയാണ്. അപ്പം ഞാൻ ആദ്യമായി എൻ്റെ ഒരു സംരംഭമായിട്ട് അച്ചാറിൻ്റെ പരിപാടി ഞാൻ തുടങ്ങിയിരുന്നു. വീടുകളിൽ ഇങ്ങനെ സർവേ വന്നപ്പം ഡിജിറ്റൽ സഖിയിലെ ബിന്ദു ആണ് കൂടുതൽ ഈ സംരംഭത്തെ പറ്റിയൊക്കെ പറഞ്ഞത്. പിന്നെ ഞാനിങ്ങനെ അച്ചാറൊക്കെ വിറ്റുകൊണ്ടിരിക്കുമ്പം ഇതിനേക്കാൾ കുറച്ചുകൂടെ എൻ്റെ പഞ്ചായത്തിൻ്റെ ലോണ് CDSൻ്റെ ലോണ് കിട്ടിയായിരുന്നു സംരംഭം പുരോഗമിക്കാൻ വേണ്ടി. അപ്പോൾ അത് ഞാൻ 50,000 രൂപ എടുത്തു. അതിന് ഞങ്ങൾക്ക് വേണ്ടിയ കാര്യങ്ങളെല്ലാം ഞങ്ങൾ എക്യുപ്മെൻറ്റ്സ് എല്ലാം ഞങ്ങൾ വാങ്ങിച്ചു. പിന്നെ ആദ്യമേ ഞാനും മോനുമാണ് ഈ സംരംഭം തുടങ്ങിയത്. ഈ ഡിജിറ്റൽ സഖിയുടെ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ പ്രയോജനം വന്നിട്ടുണ്ട്. ഒത്തിരി ഉന്നമനത്തിന് ആദ്യമൊക്കെ തന്നെയായിരുന്നു. പക്ഷേ ഇതിപ്പോൾ ഒരു ഗ്രൂപ്പ് എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട്. അവർ വന്ന കാരണം എനിക്ക് QR കോഡ് കടയിൽ വയ്ക്കാനൊത്ത്, പിന്നെ ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ സർട്ടിഫിക്കറ്റ് എടുക്കാൻ സഹായിച്ചു, പിന്നെ പഞ്ചായത്ത് ലൈസൻസ്. Beyond apps and accounts, something deeper began to change. A woman realized she was not just learning. She was becoming the bridge between fear and clarity, between hesitation and action. Confidence grew quietly. So did leadership. After that, classrooms stopped being rooms. A doorstep became a lesson. A kitchen table became a budgeting session. An Anganwadi became a banking camp. A notebook became a financial map. Learning entered everyday life without fear, without pressure. From the first line written in a workbook to the first confident digital payment, a new relationship with money began. മഞ്ജു മാഡം ആയാലും നല്ല രീതിയിൽ അവരുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അവർ വന്നു നമുക്ക് ആദ്യമേ ക്യാഷ് കൈകാര്യം ചെയ്യുന്ന രീതി, ക്രയോ ആപ്പ് വഴി എങ്ങനെയാണ് നമ്മൾ ബജറ്റ് കൈകാര്യം ചെയ്യുന്നതെന്നും ചെലവ് കാര്യങ്ങളും നമ്മൾ കയ്യിൽ നിന്നും ഒരുപാട് കാശ് അല്ല ചെലവായി പോകുന്നുണ്ട്, അതെങ്ങനെ നിയന്ത്രിച്ച് കൊണ്ടുപോകാമെന്നും ക്രയോ ആപ്പ് വഴി എനിക്ക് ഒരുപാട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. Then the story moved beyond learning into livelihoods.
Digital Sakis began identifying women who were already working, selling, making, producing, but struggling to grow. What they offered was not motivation, it was hand-holding. Registers, profit and loss, digital payments, licenses, step by step. എന്തൊരു കാര്യം ഉണ്ടെങ്കിലും അവർ നമ്മളെ അപ്രോച്ച് ചെയ്യാറുണ്ട്. അതായത് അതിൻ്റെ ഭാഗമായിട്ടാണെങ്കിലും ബാക്ക് ടു സ്കൂള്, അതുപോലെ ഡിജി കേരള, അങ്ങനെയുള്ള എല്ലാ പരിപാടികളിലും നമ്മളെ വിളിച്ചു. ഒരു RP ആയിട്ടാണെങ്കിലും അല്ലെങ്കിൽ അവർക്ക് ഒരു ക്ലാസ് കൊടുക്കാനാണെങ്കിലും നമ്മുടെ പ്രോജക്റ്റിന് ഫിനാൻഷ്യൽ ലിറ്ററസിയാണ് അവരും പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളത് പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ട് നമ്മളവരെ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. അപ്രോച്ച് ചെയ്തിട്ട് അത് മാത്രമല്ല, നമുക്ക് അവിടെ ചെല്ലുമ്പോഴത്തേക്കാണെങ്കിലും നന്നായിട്ട് അവരോട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പം നമ്മളെല്ലാവർക്കും ഇപ്പോൾ ഡിജിറ്റൽ സഖിയാണ് എന്നറിയാം. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ നമ്മുടെ പ്രോജക്റ്റിൻ്റെ കാര്യം പറഞ്ഞാൽ നല്ലൊരു സ്വീകാര്യതയാണ് എല്ലായിടത്തു നിന്നും ലഭിക്കുന്നത്. ഒരു ഡിജിറ്റൽ സഖിയായിട്ട് വർക്ക് ചെയ്യുന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അത് മാത്രമല്ല, ഡിജിറ്റൽ സഖിയായിട്ട് വന്നതിന് ശേഷമാണ് എൻ്റെ ജീവിതത്തിൽ ഇത്രയും മാറ്റങ്ങൾ ഉണ്ടായത്. അതോടൊപ്പം തന്നെ കമ്മ്യൂണിറ്റിയിലും ഒരുപാട് സേവനങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റിയത് ഈ ഒരു ഡിജിറ്റൽ സഖി എന്നൊരു രീതിയിലേക്ക് മാറി, ആ ഒരു ജോലിയിലേക്ക് മാറിയതിന് ശേഷമാണ്. അതുകൊണ്ട് തന്നെ ഒരു ഡിജിറ്റൽ സഖി ആയിരിക്കുന്നത് ഞാൻ വളരെ ഹാപ്പി. Inclusion is not awareness alone. It is access that actually happens. Digital Sakis helped families understand what they were eligible for and stayed until the benefit reached them. To keep the support closer to people, Digital Seva Kendras were set up. So the village doesn't have to travel for every small step. The system moved closer. നമസ്കാരം, എൻ്റെ പേര് രശ്മി. ഞാൻ പാലമേ പഞ്ചായത്തിൽ നൂർനാട് എന്ന സ്ഥലത്ത് താമസിക്കുന്നു. ഞാൻ കുടുംബശ്രീയുടെ ഒരു RB ആണ്. അതിൻ്റെ ഓരോ നമുക്ക് അഡ്വാൻറ്റേജുകളെ പറ്റിയും ടീച്ചർ ഞങ്ങൾക്ക് ഒരുപാട് തവണ പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനെ മെയിനായിട്ട് ടീച്ചറിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് ഡിജിറ്റൽ സഖി എന്ന പേര് നമുക്ക് കിട്ടിയത് ക്രയോ ആപ്പ് എനിക്ക് ഒരുപാട് പ്രയോജനപ്പെട്ട ഒരു കാര്യമാണ്. ഞാനാണെങ്കിൽ ജീവിതത്തിൽ അങ്ങനെ വരവ് ചെലവുകളെ പറ്റിയൊന്നും നമ്മളങ്ങനെ ചിന്തിക്കുന്ന ഒരാൾ അല്ലായിരുന്നു. ഉണ്ട്, ഒരു മാസത്തിൽ ഇത്ര ബഡ്ജറ്റ് വേണം എന്നൊക്കെ ചിന്തിക്കുന്നതാണെങ്കിലും നമ്മളങ്ങനെ നോട്ട് ചെയ്ത് വെക്കുമായിരുന്നു. ഞാൻ അങ്ങനെ, കാരണം എനിക്ക് സ്വന്തമായിട്ടൊരു വരുമാനം ഇല്ലായിരുന്നു. ഇപ്പം ഞാൻ കുടുംബശ്രീ വന്നതിന് ശേഷം RP ആയതിനു ശേഷമൊക്കെയാണ് നമുക്ക് അങ്ങനെ ഒരു വരുമാനമൊക്കെ ആയപ്പോൾ ചേട്ടൻ തരുന്ന ഒരു ബഡ്ജറ്റിലെ ആ ഒരു ഇൻകത്തിൽ മാത്രം ജീവിച്ചു വന്നതായിരുന്നു. അങ്ങനെയുള്ളപ്പോൾ ഞാൻ നോട്ട് ചെയ്ത് വെക്കുമായിരുന്നു നമ്മുടെ എത്ര ചിലവാകുന്നുണ്ടെന്ന്. പക്ഷേ നമ്മളിപ്പോൾ ഇതിപ്പോൾ ക്രയോ ആപ്പ് എന്ന് പറയുമ്പോൾ നമുക്കതിൽ ഏതൊക്കെ ചിലവുകളാണ്, എക്സ്പെൻഡിച്ചർ ഏതൊക്കെയാണ്, നമ്മുടെ ഒരു മാസം നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് എന്തെങ്കിലും ആവുന്നു, ഈവൻ പെട്രോൾ അടിക്കാൻ എന്തോ ആവുന്നു, പിന്നെ നമ്മുടെ ഓരോരോ ചിലവുകളും അത് നമുക്ക് സ്പെസിഫൈ ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. Now the ceremony marks a closure, but the work does not end the way projects end. Because the strongest outcome is not a number. It is a shift in confidence. A woman who can guide her family, a household that can plan, an entrepreneur who can grow, a community that knows what to do and how to do it. To protect that future, sustainability was built in. Digital Sakis were encouraged to start their own livelihood paths too. Skill trainings were enabled. Gap funding supported those who needed a bridge to stability. So what remains after 4 years is not a program. What remains is a capability living inside the village. And once that happens, change doesn't need permission to continue.